എന്നുള്ള പാട്ടിടാൻ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര ആരും പറഞ്ഞില്ല, ചോയും പറഞ്ഞില്ല. ലിപ്സിംഗ് മതി എന്ന് പറഞ്ഞു. നരിവേട്ട എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഹിയർ ഇസ് ടൊവിനോ തോമസ് ആൻഡ് അനുരാജ് മനോഹർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വെച്ച് ഒരു ബോംബ് പൊട്ടി വെള്ളത്തിലേക്ക് വീഴുന്നു. അടുത്തത് നമ്മൾ ടൊവിനോ കാണുന്നത് വെള്ളത്തിൽ മുങ്ങി വലിച്ച ഒരു ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ഒരു റേഞ്ച് അടുത്ത കാലത്തൊന്നും ആർക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ അത് കഴിഞ്ഞിപ്പോ ഒരു സാധാരണ പോലീസുകാരനായിട്ട് വരുന്നു. ഇനി ഒരു ചട്ടമ്പി ആവാൻ പോകുന്നു. ഇങ്ങനെ ഒരു വളരെ എക്സൈറ്റിംഗ് ഫേസിലാണല്ലോ ടൊവിനോ നിൽക്കുന്നത്. അപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു ടൊവിനോയുടെ ഒരു മാനസികാവസ്ഥ? ഈ ഒരു ഫേസിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഞാനത് എപ്പോഴും പറയുന്ന പോലെ ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഞാൻ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിച്ചതിന് ശേഷം കിട്ടിയത് മുഴുവൻ ബോണസായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്പേസിലാണ്. കുറച്ചും കൂടെ കൂടുതൽ സമയം സിനിമയ്ക്കും എല്ലാത്തിനും സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രിപ്പറേഷൻസിനാണെങ്കിലും സിനിമയുടെ പ്രൊമോഷൻസിനാണെങ്കിലും ഒക്കെയും അതിന് കൂടുതൽ സമയമെടുത്ത് അത് ചെയ്യണം. വേറെ ഒന്നുമില്ലല്ലോ ജീവിതത്തിൽ, ഇത് തന്നെയാണല്ലോ നമ്മളുടെ ഒരേ ഒരു എന്താ പറയുക ജോലി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബി ഓപ്ഷൻസ് ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ കിട്ടുന്നുണ്ട് എന്ന് പറയണത് അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു സ്പേസിലാണുള്ളത്. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ സിനിമയും നമ്മുടെ കാലശേഷവും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ ഇവിടെ അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമകൾ ഓരോന്നും നന്നാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ സമയമെടുത്ത് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. പണ്ടിപ്പോൾ ഡേറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും തിരക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നിലേക്ക് എത്താത്ത രീതിയിൽ എനിക്ക് ചുറ്റും ആൾക്കാരെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ചേട്ടനും എൻ്റെ മാനേജറും എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും എനിക്ക് ഈ പ്രോസസ്സ് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പെർഫോമൻസിൽ അതിൻ്റെ ഗുണവും കാണാം. അതോടൊപ്പം തന്നെ എൻ്റെയും ഞാൻ അറ്റ് പീസ്. അതെ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു 7th ഡേയുടെ സമയത്താണ്. ആദ്യത്തെ സിനിമയിലും ടൊവിനോ ആയിരുന്നു നായകനായിട്ട് ആദ്യം വിചാരിച്ചിരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഈ ഇത്ര വർഷത്തിൽ എങ്ങനെയാണ് ഇവോൾവ് ആയിട്ടുള്ളത്? നമ്മൾ ഈ വർഷം കണക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രൊമോഷൻ നോക്കിയപ്പോഴാണ് ഇത്രയും വർഷം ഉണ്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ ഡെയിലി 11 വർഷമായി എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ്. അതെനിക്കൊന്ന് കോവിഡ് സമയത്ത് പോലും പാൻഡമിക്കിൻ്റെ സമയത്ത് പോലും നമ്മൾ നിരന്തരം സംസാരിച്ച് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ടോബി നല്ല കഥ പറച്ചിൽ ഉള്ളിൽ ഉള്ള ആളാണ്. അപ്പോൾ അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അങ്ങനെ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പം നമ്മൾ ഫാമിലി കാര്യങ്ങൾ പോലും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന നിലക്കാണ് ഞാൻ ടോവിയെ കാണുന്നത്. അത് നമ്മളും കുറേ കലാമയത്തിലുള്ളതാണ്. മറ്റുള്ള ആർട്ടിസ്റ്റോട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ടോവിക്ക് എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായി കുറച്ചും കൂടി അടുപ്പമുള്ള ഒരു സുഹൃത്ത് ആണ് ആദ്യത്തെ സ്റ്റേജ്. അത് നമ്മൾ തുടക്കകാലം മുതൽ നമ്മൾ ഒരുമിച്ച് ഒഴുകിയതിൻ്റെ പിന്നെ ചില മനുഷ്യർ തമ്മിലുള്ള കണക്ഷൻസ് അങ്ങനെ വേവ് ലെങ്ത് ഒരുപോലെ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, കലഹിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള അത് നമുക്ക് തന്നെ വ്യക്തിജീവിതത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സുഹൃത്തുക്കൾ. 1, 2, 3 സുഹൃത്തുക്കളെ ഉണ്ടാവുള്ളൂ. അപ്പം സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അങ്ങനത്തെ ഒരു സുഹൃത്താണ് ടോവി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ടൊവിനോ. എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ ഞങ്ങൾ 7th ഷൂട്ട് ചെയ്യുമ്പോൾ അതിരപ്പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എന്നിട്ട് പോകണം. കൊച്ചിയിലായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ തുഞ്ചത്തുനിന്ന് തിരിച്ചു വന്ന് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് അവിടേക്ക് എല്ലാം കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത്. വൈകുന്നേരം 4:30 ആകുമ്പോഴത്തേക്കും ഡാം തുറക്കുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിൽ വെള്ളം കൂടും. അതിന് മുമ്പ് നമ്മൾ പാക്കപ്പ് ചെയ്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് നമ്മൾ നേരത്തെ ചെന്ന് അവിടെ ചെന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഈ നല്ല ക്ഷീണം നമ്മൾ ഈ തുഞ്ചത്ത് നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലകറങ്ങണ പോലെയൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു എങ്ങനെ ബോധം കിട്ടി വീഴുമോ എന്നുള്ള കാരണം കൊണ്ട് ഞാനൊരു റെഡ് ബുള്ള് ചോദിച്ചു. അതൊക്കെ തുടക്കകാലത്തിൽ റെഡ് ബുള്ളൊക്കെ ചോദിക്കാന്ന് പറയുന്നത് ഭയങ്കര അപരാധമാണ്. ഞാൻ എന്നിട്ട് പറയുന്നത്
എനിക്കത് ശരിക്കും ആവശ്യമായതുകൊണ്ടാണ്, വെറുതെ അഹങ്കാരം പറയണല്ലോ. എനിക്ക് റെഡ് ബുള്ള് കിട്ടി കഴിഞ്ഞാൽ ഒന്ന് എനർജി, അതെന്റെ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരാം, പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരാം. ഒന്ന് എത്തിച്ചു തന്നാൽ മതി. ഒരു കാര്യം എനിക്ക് ഇവിടെ നിന്ന് പോയി മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് അറിഞ്ഞിട്ട് അനുരാജ് അസോസിയേറ്റ് ഡയറക്ടറാണല്ലോ, അനുരാജ് കയ്യിൽ പിടിച്ചിരുന്ന സാധനം ഇത് പിടിച്ചേ എന്നുകൊണ്ട് അനുരാജ് പോയി എനിക്ക് റെഡ് ബുള്ള് മേടിച്ചോണ്ട് വന്നു. അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവർക്കും വേണമായിരുന്നു. അപ്പൊ ഞാൻ ഒന്നിലധികം വാങ്ങിയിരുന്നു. അപ്പൊ അവിടെ ഇല്ല എല്ലാവരും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വെടപ്പാടെല്ലാം. അവര് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാല് ആ ചാലക്കുടി അതിരപ്പള്ളി ആ പരിസരത്ത് റെഡ് ബുൾ ഇല്ലാന്ന് പറഞ്ഞിരുന്നത്. ഓഹോ എന്നാ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പൊ തന്നെ പാഡ് കൊടുത്ത് പോയി അസോസിയേറ്റ് എനിക്ക് റെഡ് ബുൾ മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു അപ്പോഴാണ് ഞാൻ മനസ്സിലാവും ഓക്കെ അത് ഭയങ്കര അടിപൊളിയല്ലേ. ഐഫോണൊന്നും പഴയ വെളുത്തിട്ട് പറയാം. ഓ ഇത് മറ്റേതാ റീൽസ് കോൺടെസ്റ്റാ? അല്ലടാ അത് പോയി. അതിൽ ഒരു ആഡ് ഓൺ ചെയ്തിരിക്കുന്നു. അതെന്താ മുകളില് മറ്റേ ദുബായിയുടെ പോലത്തെ ഒരു പടം ചെയ്തിട്ട് ഞാൻ നമുക്ക് പോസ്റ്റേഴ്സൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ നല്ല അങ്ങനത്തെ പോസ്റ്റർ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കഥ മനസ്സിലാക്കാതെ എന്തെങ്കിലും ഭയങ്കര നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന ഭയങ്കര ലൈറ്റിങ്ങിൽ ഉള്ളൊരു ഫോട്ടോ, അതിൻ്റെ ഷെയ്ഡ്, അപ്പോൾ അങ്ങനത്തെ അർത്ഥങ്ങളുള്ള അതാണല്ലോ നമ്മൾ ഇൻ്റർനാഷണലിൽ. എൻ്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഒരു സാധനം ചെയ്യുന്നേക്കാം ബാക്കിൽ വലിയ ബിൽഡിങ്ങുകൾ, കാറ് മറഞ്ഞു കിടക്കണ, ബോംബ് സ്ഫോടനം. ഇതൊന്നും നമ്മുടെ പടത്തിലില്ലല്ലോ, അത് ഇൻ്റർനാഷണൽ ലെവലിൽ. ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നോ എന്ന് സംശയം ഉണ്ടായ. ഹോളിവുഡ് ഇങ്ങനെയൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു സ്ഫോടനമെങ്കിലും വേണമല്ലോ. അല്ല ബോളിവുഡിനെ കുറച്ച് പച്ച കളറും മഞ്ഞ കളറൊക്കെ പോസ്റ്ററിൽ ആഡ് ചെയ്താൽ. മെക്സിക്കോയിൽ മറ്റേ ഫിൽറ്റർ, മഞ്ഞ ഫിൽറ്റർ ഇട്ടാൽ മതി. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതെങ്കിലും വലിയൊരു പറമ്പെടുത്തിട്ട് അവിടെ ഒരു ചേരി സെറ്റ് ഇടും. ഇന്ത്യക്ക് പോണേക്കാളും ലാഭ ചേരി സെറ്റ് ഇടും. ചേരിയിൽ റോഡ് സൈഡിൽ പാമ്പാട്ടി ഗ്രിപ്പുണ്ടാവും. ഇപ്പൊ ഇവരുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ്. ഇപ്പോൾ ഒരു ഫൺ ഒബ്സർവേഷനാണ്. ഇപ്പോൾ അനുരാജ് ഇത്ര വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പറയുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കാണുന്നു വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി നെയ്മറിൻ്റെ ഹെയർ സ്റ്റൈലുമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. അത് ഞാൻ എന്നിട്ട് തപ്പി നോക്കിയപ്പോൾ ഫേസ്ബുക്കിലെ ഫോട്ടോ ഒന്നും കാണാനില്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും നെയ്മർ ഫാനായ ഞാനൊന്ന് വന്നപ്പോൾ തന്നെ തളർത്തി കളഞ്ഞായിരുന്നു. അയ്യോ കൊള്ളില്ലെന്ന് പറഞ്ഞു, 10 വയസ്സ് കൊള്ളില്ലെന്നു. പബ്ലിക്കലി ഞാൻ പറഞ്ഞു അയ്യേ എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് വിളിച്ചിട്ട് നന്നായിട്ട് പബ്ലിക്കലി സംഭവിക്കാൻ അതെങ്ങനെ ഒരു പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്ത ഡിസിഷൻ അല്ല. ഞാൻ ബേസിക്കലി ബ്രസീൽ ഫാനാണ്. പ്രീമിയർ ലീഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ബാസിൽ കണ്ട ഒരു ചെറുപ്പക്കാരൻ നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രൗഢുള്ള നെയ്മർ, നല്ല ഫുട്ബോളും നമ്മൾ ഫോളോ ചെയ്യുന്നു. അയാൾ പിന്നീട് ബ്രസീലിയൻ ടീമിൽ മാജിക്കുകൾ ഉണ്ടാക്കുന്നു. പെലെയേക്കാൾ ഗോൾ നേടിയ ബ്രസീലിയൻ താരമാവുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് മെസ്സിയേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഫുട്ബോൾ പ്ലെയർ ആയിട്ടാണ്. എനിക്ക് വിയോജിപ്പുകളുണ്ടാവും, പക്ഷെ പരിക്കുകളാണ് പുള്ളിയെ പലപ്പോഴും. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പുള്ളി കറക്റ്റ് ഫിറ്റായിട്ട് വന്നൊരു വേൾഡ് കപ്പായിരുന്നു. ശരിക്കും ആ ക്രൊയേഷ്യയായിട്ടുള്ള മാച്ചിൽ പുള്ളി ആ ഡിഫൻസിന് തുറന്നൊരു ഗോൾ അടിച്ചു. ബാക്കി 15 മിനിറ്റ് ബ്രസീൽ ഡിഫൻസിന് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റാതെ ഒരു ഗോൾ പോയി. പിന്നെ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോയി, അതിൽ നമ്മൾ തോറ്റുപോയി. അപ്പോൾ അപ്പോൾ എന്നെ ട്രിഗർ ചെയ്യുന്ന കുറേ അർജന്റീൻ ഫാൻസ് ഉണ്ട് ചുറ്റും. അപ്പോൾ എന്നാൽ പിന്നെ നീ ഏതായാലും നെയ്മർ പോലെ തലക്കടിക്കണം. ബെറ്റായിരുന്നില്ല, ഒരു ട്രിഗറിങ് സാധനമായിരുന്നു. വൈഫിനോടും പോലും പറയാതെ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി. പ്യൂർ വൈറ്റ് ആണ് നോക്കിയത്, പക്ഷെ അത് കുറേ പണിയെടുക്കണം, അതിന് കുറേ സമയം ഇരിക്കണം. അത് കുറച്ച് അത് എത്ര നാള് കൊണ്ട് നടന്നു? ഇല്ല, അത് എനിക്കൊന്ന് കുഞ്ഞ് ജനിച്ചപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ആയി. അപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് തലയിൽ ഡൈ അടിക്കുന്നത്, തലയിൽ കേട്ടോ, തലയിൽ ഡൈ അടിക്കുന്നത് വെള്ളം മാറ്റാൻ വേണ്ടി, വൈറ്റ് കളർ മാറ്റാൻ വേണ്ടി കറുപ്പടി. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊച്ചിനെ വരുന്നത്. ഞാൻ ഏത് നാട്ടിലാണ് അവക്കൊരു കൺഫ്യൂഷൻ. അച്ഛനാണോ മുത്തച്ഛനാണോ? മുടി വെള്ളം എന്തൊക്കെയോ മധുര പലഹാരങ്ങൾ. Sugar free only. Oh. This sugar free, this chocolate. Okay. Thank you. Okay.
ഷുഗർ ഫ്രീ ആയത് നന്നായി. ഞാനിത് ഷുഗർ ഉള്ളത് കഴിക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് അസ്കർ വായ്പ ഓടി വരും. ഞാൻ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വാരി തരട്ടെ. വിശപ്പ് ഭയങ്കരമായിട്ട്. അതുപോലെ ഈ നരിവേട്ടയിലേക്ക് വരുമ്പോൾ ഇപ്പം മ്യൂസിക്കിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായിരിക്കുമല്ലോ ഇങ്ങനൊരു സിനിമയ്ക്ക്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള സിനിമയ്ക്ക് അതിന്റെ സൗണ്ട് സ്കേപ്പ്. ഇപ്പോൾ ജെയ്ക്സ് ബിജോയ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഏറ്റവും ബിസിയസ്റ്റ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. ആദ്യത്തെ സിനിമയിലും ജെയ്ക്സിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. എങ്ങനെയാണ് ജെയ്ക്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഈ സിനിമയിൽ? ജെയ്ക്സാണ് ഞാൻ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഈ സ്പോട്ട് എഡിറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഓരോ 1 by 1 ആയിട്ട് പിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ജെയ്ക്സാണ് ഇതിൻ്റെ അകത്ത് ഇന്ന. പിന്നെ നമ്മളവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒറിജിനൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അവരെ ഗ്രൂം ചെയ്ത് അഭിനയിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ളിൽ നമ്മൾ ഈ ഇൻ്റർവെൽ സമയത്തൊക്കെ അല്ലെങ്കിൽ ചെറിയ ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് അവിടെ കൂടെ പോയിരുന്ന് എന്തെങ്കിലും ചായ കുടിക്കുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പതുക്കെ, അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്ത് പാട്ട് പാടാണ്. ഇവർ കുറച്ച് ഷൈ പീപ്പിൾസാണ് ശരിക്കും പറഞ്ഞത്. കുറച്ചും കൂടി നമ്മുടെ സൊസൈറ്റിനും കൂടെ പ്രശ്നമാണത്. നമ്മൾ പതുക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ട്യൂൺസൊക്കെ ജെയ്ക്സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ജെയ്ക്സാറിന് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും സിനിമയ്ക്ക്. പിന്നെ വൺസ് ജെയ്ക്സാറിന് ഇന്നായി കഴിഞ്ഞാൽ പുള്ളിക്ക് എവിടെ നിന്ന് ഒരു മാജിക് സംഭവിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിക്കുള്ളിൽ ശൂന്യതയിൽ നിന്ന് മ്യൂസിക് സൃഷ്ടിക്കുക, ശൂന്യതയിൽ നിന്ന് എഴുതുക, മാജിക് തന്നെയല്ലേ ഇത്? അപ്പോൾ പുള്ളിയിൽ നിന്ന് എനിക്ക് വളരെ ചെറിയ പോർഷൻസിൽ മാത്രമേ ആഡ് ഓൺസ് പറയേണ്ടി വന്നിട്ടുള്ളൂ. അത് പുള്ളി ക്യാച്ച് ചെയ്തു. പിന്നെ ജെയ്ക്സാറിനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സുഹൃത്ത് ബന്ധം, ബ്രദർഹുഡ് പരിപാടിയുണ്ട്. ജെയ്ക്സാറിനായിട്ട് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. ജെയ്ക്സാറിൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ നമുക്ക് ചെറിയ പാളിച്ചൊക്കെ സംഭവിച്ചപ്പോൾ ആദ്യം പ്രൊഡ്യൂസർ ജെയ്ക്സാറിൻ ഇത് ഹൊമ്പാലയുടെ അടുത്തൊക്കെ പിച്ച് ചെയ്തിരുന്നു, പുള്ളിയുടെ തെലുങ്ക് കണക്ഷൻസ് വെച്ചിട്ട്. അങ്ങനെ പ്രൊഡക്ഷന് വേണ്ടി സോറി നന്നായി ഹിന്ദി സംസാരിക്കണം. ഞാൻ കുറച്ചാൾ തമിഴ്നാട്ടിലായിരുന്നു. ലാംഗ്വേജ് പറഞ്ഞു. സലാറൊക്കെ ചെയ്തല്ലോ. താങ്ക് യു. അപ്പോൾ അങ്ങനത്തെ ഹെൽപ്പും ചെയ്ത സുഹൃത്തും ഒരു സഹോദരനും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പം ടോട്ടലി ഒരു ജെയ്ക്സ് ബിജോയ് പാക്കേജും കൂടി സിനിമ 23-ാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ കൽക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അടുപ്പിച്ച്, അതായത് കൽക്കി കഴിഞ്ഞിട്ട് ഫോറൻസിക് ചെയ്തു, ഐഡൻറ്റിറ്റി ചെയ്തു, ഇനി ഇത് കഴിഞ്ഞ് അടുത്ത് പറയുമ്പോൾ പള്ളിച്ചേട്ടമ്പി, എല്ലാം ജെയ്ക്സേട്ടനാണ്. അത് മാത്രമല്ല ജെയ്ക്സേട്ടൻ എല്ലാത്തിലും കൊടുക്കുന്ന, ഇപ്പോൾ രണം ചെയ്ത ആൾ തന്നെയാണ് അയ്യപ്പനും കോശിയും ചെയ്തിട്ടുള്ളത്, അത് തന്നെയാണ് കൽക്കി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഐഡൻറ്റിറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വേറെ വേറെ സ്കേപ്പിൽ നിൽക്കുന്ന സാധനങ്ങളാണല്ലോ. പുള്ളിക്ക് മറ്റേ ഷെൽഫിൽ ഓരോ സാധനം, ഇത് വേണം, കമ്പിപ്പാര വേണോ, മറ്റേ കട്ടപ്പാര വേണം. പുള്ളിക്കുള്ളിൽ ആ സാധനം ഉണ്ട്, ആ ഫയറുണ്ട്. ആ ഫയറുള്ളവരെല്ലാവരും നന്നായിട്ട് അച്ചീവ് ചെയ്യുന്നുള്ളതാണ് ചരിത്രത്തിൽ. ഉറപ്പായിട്ട് വിളിച്ചായിരുന്നു. ഫയർ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇനി ജെയ്ക്സിൻ്റെ അവിടെ പോയി ജെയ്ക്സുമായിട്ടൊരു കോൺവെർസേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒന്ന് വഴിക്ക് നമുക്ക് സംസാരിക്കാം. ഓക്കെ. തവണ അതൊക്കെ എവിടൊക്കെയാ പോയത്? ആദ്യം ഫ്രാൻസ്. എന്ന് തുടങ്ങിയ പരിപാടി? ഞാൻ ഈ വർഷം നരിവേട്ട ഷൂട്ട് കഴിഞ്ഞ് ഐഡന്റിറ്റി റിലീസും കഴിഞ്ഞ്, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പോയിട്ട് ആഡ് ഷൂട്ട് ചെയ്തല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനും ഭാര്യയും കൂടെ ഫെബ്രുവരി ആദ്യം ഫ്രാൻസിൽ പോയി, തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നാട്ടില് ചക്ക സീസണൊക്കെ ആയപ്പോ നാട്ടിൽ നിന്ന് ചക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും, രക്ഷപ്പെടാൻ വേണ്ടിട്ട് ദുബായിൽ പോയി 10 ദിവസം നിന്ന് തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെയും പെട്ടെന്ന് ചെറിയൊരു ഗ്യാപ്പ്. ആ സമയത്ത് ഞാനും എന്റെ ചേട്ടനും ഒരു കസിനും വേറെ ഫ്രണ്ടും കൂടെ നേപ്പാള് പോയി. നേപ്പാളും പോയി. നേപ്പാള് പോയി മറ്റേ ഗ്ലൈഡിംഗ് ഒക്കെ. നേപ്പാള് പോയി ഒരാഴ്ച അവിടെ. ഇത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും എമ്പുരാൻ റിലീസ് നേരെ വന്ന് ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ പ്രൊമോഷൻസ് എല്ലാം കഴിഞ്ഞ് എമ്പുരാൻ റിലീസിന്റെ പിറ്റേ ദിവസം ഞാനും ഭാര്യയും മക്കളും കൂടെ സിംഗപ്പൂർ പോയി. സിംഗപ്പൂർ തിരിച്ചു വന്ന് മരണമാസ റിലീസ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ARMന്റെ ഫെസ്റ്റിവലിന് പോയി, തായ്വാനിൽ പോയി.
തായ്വാനിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് അപ്പൊ തായ്വാനിൽ പോയി ഒരു ദിവസം ഫെസ്റ്റിവലിന് പോയി, ബാക്കി ദിവസം മൊത്തം ഞങ്ങള് അവിടെ കറങ്ങി തായ്വാനില്. അവിടെ നമ്മൾ പോകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ ട്രാവലർ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു ആരെങ്കിലും പരിചയക്കാരുണ്ടാ ചോദിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടനുണ്ട്. അപ്പൊ ഞാൻ ആ ചേട്ടനെ മെസ്സേജ് അയക്കുന്നു, ഹലോ ചേട്ടാ ഇന്ന പോലെയാണ്. അപ്പൊ അവരുണ്ടാക്കി തരുന്ന ഐറ്റിനറി എന്ന് പറയുന്നത് വേറെ ടൂർ കമ്പനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഐറ്റിനറി മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. കാര്യം അവര് ആക്ച്വലി പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ ടോവി അനുരാജും ഒക്കെ നിങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്യണല്ലോ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ. ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടാണല്ലോ സിനിമാ ശ്രമങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ കൊച്ചിയിലെ ആ സമയത്തെ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്സോ അല്ലെങ്കിൽ അന്ന് പോയിരുന്ന സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഓർമ്മയുണ്ടോ? മെറൈൻ ഡ്രൈവ് ഭയങ്കര ഒരു ഇതായിരുന്നല്ലോ, ദേശീയ സ്ഥലമാണ്. ആർക്കും ചെന്നിരിക്കാലോ, ആരും എഴുന്നേപ്പിച്ചിട്ടില്ലാത്തൊരു സ്ഥലമായത് കാരണം കൊണ്ട് വേറൊരു കോഫി ഷോപ്പിലൊക്കെ വന്നിരിക്കുമ്പോ സാർ ഓർഡർ സാർ പറയുമ്പോ ചായ 2 ഇതൊക്കെ ആ കാലത്ത് പറയുന്ന കയ്യിൽ 5 പൈസ ഇല്ലാണ്ട് ചെന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണല്ലോ. തിരിച്ചു വരാനുള്ള ബസ് കാശ് മാത്രം ഉണ്ടെങ്കിൽ ചെന്നിരിക്കാവുന്ന സ്ഥലമാണല്ലോ മെറൈൻ ഡ്രൈവ്. അതല്ലാതെ പിന്നെ ചെന്നിരിക്കുന്നത് രാത്രി തുറന്നിരിക്കുന്നത് ആകെ അന്ന് നമ്മളുടെ ഒരു ഈ ചില്ലാക്സ് മാത്രമേ ഉള്ളൂ രാത്രി തുറന്നിരിക്കുന്ന. എനിക്ക് തോന്നുന്നു ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ആദ്യം അസോസിയേറ്റ് ചെയ്യുന്ന ത്രില്ലർ അല്ലേ? ത്രില്ലർ അസിസ്റ്റന്റ്. ഞാൻ പ്രമാണി എന്നുള്ള സിനിമയിൽ 10 ദിവസം അപ്രന്റീഷിപ്പ് ഉണ്ണി സാർ എന്നെ ഒന്ന് ഒബ്സർവേഷൻ പീരീഡിൽ വെച്ച. അപ്പം ഞാൻ ഈ ജസ്റ്റ് ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഈ സിനിമ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങാണല്ലോ. ഞാൻ ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇവിടെ കണ്ണാടിക്കാട് പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇപ്പോൾ പൊളിച്ചു കളഞ്ഞൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലായിരുന്നു നമ്മുടെ സങ്കേതം. അല്ല H2 അല്ല, ഗോൾഡൻ കായലോരം എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റ്. അപ്പോൾ അവിടെയായിരുന്നു. ആ കായലിൻ്റെ കരയ്ക്ക് ഒരുപാട് ബെഞ്ചസ് ഇട്ടുണ്ടായിരുന്നു കോർപ്പറേഷൻ. അവിടെ പോയിരിക്കും. അതെ അതെ. അല്ലാണ്ട് ഇപ്പൊ രാത്രിയോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ഡ്രൈവ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഇറങ്ങാറുണ്ടോ നിങ്ങള്? ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നല്ലാതെ എനിക്ക് കുറച്ചിങ്ങനെ മടി ആണ്. അതായത് ടോവിനോ ഒരു കാർ എന്തൂസിയാസ്റ്റ് അല്ലേ? ഞാനങ്ങനെ ഭയങ്കര കാർ എന്തൂസിയാസ്റ്റൊന്നുമല്ല അല്ലേ? ശരി കണ്ടാ. പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാറുകൾ വാങ്ങുന്നു, അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു ഡ്രൈവ് മോട്ടോർ ഹെഡ് ആണ്. ടോവി ഡ്രൈവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ട് കുറെ ആയിട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യണത്. അല്ലാണ്ട് അങ്ങനെ ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഭയങ്കര അലേർട്ട് ആയിരിക്കണ്ടേ? എനിക്ക് അത്ര അലേർട്ട് ആയിരിക്കാൻ ഇഷ്ടമല്ല. വലിയ പാടാ ഈ ലോങ് ഡ്രൈവുകളൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടോ, അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ അവിടെയൊക്കെ പോകും. പക്ഷെ അതല്ലാതെ ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കാം അങ്ങനെ എനിക്ക് തോന്നാറില്ല. വണ്ടി ഓടിക്കണമല്ലോ എന്നാ എനിക്ക് തോന്നാറുള്ളൂ. ഒറ്റയ്ക്ക് ഓടിക്കുമ്പോഴൊക്കെ നമ്മളെ കുറച്ചും കൂടെ ഒക്കെ ചെയ്യുള്ളൂ. വണ്ടിയൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞാല് അത് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ പയ്യന് വണ്ടി മേടിക്കാൻ കാശുണ്ടായാൽ മേടിക്കും. ആ 4 പേര് കാണട്ടെ എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ വണ്ടി ഞാൻ എന്റെ ഏറ്റവും പുതിയ ഏത് കാറിന്റെ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടാണ് എന്റെ ഹോണ്ട സിറ്റി എന്റെ ഫസ്റ്റ് കാർ. അതിലിപ്പോഴും ഭയങ്കര രസമുള്ള സീറ്റും ലൈഫില് കാറാ. അതുപോലെ ഇപ്പം ഡ്രൈവ് അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ പ്ലേലിസ്റ്റ് എന്തായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉള്ള മ്യൂസിക് എന്താണ്? ഇപ്പോൾ രണ്ടുപേരുടെയും ഇൻഡിവിജ്വലി ഞാൻ ചോദിക്കുകയാണ്. ടോവിയുടെ ആയാലും അനുരാജിന്റെ ആയാലും ഏത് കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്, ഏത് മൂഡിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് കേൾക്കാറുള്ളത്? അത് ഓരോ മൂഡ് അനുസരിച്ച് മാറുമായിരിക്കും. കൂടുതൽ പ്രിഫറൻസ് എനിക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടം മെലഡീസ് ആണ്. അതില് കുറച്ച് കൂടുതൽ ചിലപ്പോ സാഡ് മെലഡീസ് ആയിരിക്കും. എന്തോ എനിക്ക് ആ സാധനത്തിനോട് ഭയങ്കര മെലഡീസ് ആണ് കൂടുതൽ. പിന്നെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നു, ഇപ്പൊ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് അനുസരിച്ചിട്ട് മാറും. ഞാൻ ഐ എം ഓപ്പൺ ടു എല്ലാ ജോണർ ഓഫ് മ്യൂസിക്. വേറൊരാള് മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന പാട്ട് വെക്കുന്നു ഞാൻ പറയുന്നില്ല. അവര് വെക്കണ എന്താണോ അത് എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം. അതിനല്ല ഇത്രയും തരം മ്യൂസിക് ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അറിയാത്തൊരു സാധനത്തിലേക്ക് പുതിയതായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അത്രയും പ്രതിപക്ഷ ഭഗവാനില്ലാത്ത ആളാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് സഹിക്കാൻ പറ്റില്ലടാ. ഈ ലൂപ്പ് പാട്ടൊക്കെ ഇടും പിള്ളേര് വന്നിട്ട്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ കമ്മട്ടിപ്പാടത്തിലെ മറ്റേ പറ എന്നുള്ള പാട്ട് സമ്മതിക്കില്ല. പേടി എവിടെയും കൊണ്ട് ഇടിക്കുമെന്ന്. ഭയങ്കര പമ്പ് ചെയ്യുന്ന പോലത്തെ മറ്റേ ചിൽഡ്രൻ വില്ല് പോലെ അർജുനർ വില്ല് അങ്ങനത്തെ ചില പാട്ടുകളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഇട റോഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓഫാക്കിട്ട് പാട്ട് കേട്ടിട്ട് കഴിഞ്ഞിട്ട് പോണ്ടി വരും. അതുപോലെ ഞങ്ങള് മറ്റേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള്
എല്ലാവരോടും ചോദിക്കും. എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോകുമ്പോ കുറെ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യാത്ര ഉണ്ട്. അപ്പൊ ഞാൻ ഫുൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ പാട്ട് പ്ലേ ചെയ്യാം. എല്ലാവർക്കും ഓരോ പാട്ട് പ്ലേ ചെയ്യാം. ചലഞ്ചിങ് നമ്മൾ തെളിയിച്ചു. അത് വെച്ചാല് എല്ലാരും എന്ന് പറയുമ്പോ 4 വയസ്സുള്ള എന്റെ മോൻ തൊട്ട് 73 വയസ്സുള്ള എന്റെ അപ്പന്മാരെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ പാട്ട് പ്ലേ ചെയ്യാം. ഇവന്മാർക്കും ഉണ്ട് കുറെ, ഇവന്മാരുടെ കുറെ ഫേവറേറ്റ് പാട്ടുകളുണ്ട്. പരിഷ്കാരി, അതൊക്കെ നമ്മൾ ഈ ഷമീറിന്റെ മോളുണ്ട്, നമ്മുടെ ഐഷുവിന്റെ കുറെ ട്രാക്സ് ഉണ്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത. പക്ഷെ അവൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളു. അവളിങ്ങനെ പാട്ട് വെക്കുമ്പോഴാണ് ഈ പരിഷ്കാരി ഞാൻ അവിടെയാ കേൾക്കണത്. ചില സമയത്ത് നമ്മുടെ പിള്ളേർ തന്നെ മ്യൂസിക് ഒക്കെ നമ്മൾ പഠിക്കാൻ ഇപ്പൊ പഠിക്കുന്ന പിള്ളേരെ ഇതൊക്കെ ഏതാണ് ഇതറിയില്ലേ, എനിക്കറിയാം, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതൊക്കെ പറയാം, നമുക്കറിയില്ല. വെൽക്കം ടു മൈ സ്റ്റുഡിയോ. കൊറേ പടം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ നോക്ക്, ഇതൊക്കെ കണ്ടില്ലേ? അല്ല ഇത് ശരിക്കും കളിക്കാൻ ഉപയോഗിച്ച ബോളാണോ? ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തോ പരിപാടിയാണ്. കഹോന പ്യാർ ഹേ അറിയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി അങ്ങോട്ടാ എവിടെ നിർത്തിക്കോ. പക്ഷെ ഇത് ഗിറ്റാറിലും എനിക്കറിയാട്ടാ. ഇത് എനിക്ക് ഗിറ്റാറിലും ചെയ്യാൻ അറിയാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ശബ്ദം നോക്കി 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 നോട്ട്സ് നോക്കി ഭയങ്കര എളുപ്പല്ലേ നോക്കിയേ. ഓ അങ്ങനെയാണല്ലേ. അടുത്ത് കിട്ടിയിട്ടില്ല. അടുത്ത് ഞാൻ ശബ്ദം നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ശബ്ദം നോക്കിയിട്ടാണ് നോട്ട്സ് അല്ലേ നോക്കുക. നോട്ട്സ് എന്ന് വെച്ചാൽ അതിന്റെ മറ്റേ ബി ഇങ്ങനെ ഇങ്ങനെ ആ സാധനം അത് വെച്ചാല് ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. അണ്ടാജ് ഇപ്പൊ ഇവിടെ വായിച്ച തന്നെ ഇവിടെ വായിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒന്ന് ചിത്ര പാടുന്നു, ഒന്ന് ജനാർദ്ദനം പാടുന്നു. എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ ജെക്സ് ഇപ്പൊ ഒരു കൊമ്പനെ വേട്ടയ്ക്ക് ഇറക്കി വിട്ട് ഭയങ്കര മെഗാ ഹിറ്റ് അടിച്ച് നിൽക്കുകയാണ്. അടുത്തൊരു വേട്ട വരുന്നു, പക്ഷെ ഇത് വേറെ തന്നെ ഒരു മൂഡാണ്. ഇവിടെ വേട്ടയുടെ അർത്ഥം തന്നെ വേറെയാണ്. അവിടെ മാസമായിരുന്നു, ഇവിടെ വേറൊരു രീതിയിലാണ് വേട്ട എന്ന് പറഞ്ഞൊരു വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ജേക്സിന്റെ എക്സൈറ്റ്മെന്റും ജേക്സിന്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്താണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ? ആക്ച്വലി ഇത് ഒരുതരം മാസ് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ടിപ്പിക്കലി കാണുന്ന മാസ് അല്ലെങ്കിലും ഒരു സിനിമ അതിൻ്റെ എന്താണോ അതിൻ്റെ പേർപ്പസ് അത് എക്സാക്ട്ലി ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിട്ട് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്ന സിനിമ. അതായത് എന്നെ ആ സിനിമ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനി കൂടുതൽ തള്ളായോ എന്നൊന്നുമല്ല, ആ ഒരു ചെറിയ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എക്സ്ട്രീംലി ഹാപ്പി വിത്ത് വാട്ട് ഹസ് കം. ആൻഡ് നരിവേട്ട, അനു, വെൽ ഡൺ. ടോവി, ഒന്നും പറയാനില്ല. ഇവരുടെ എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ബെസ്റ്റ് പെർഫോമൻസസിലൊന്നും നല്ല വർക്കുമാണ്. എക്സ്ട്രീംലി നമ്മൾ കണ്ടന്റ് ആയെന്ന് പറയില്ല, സിനിമ ശരി എന്റർടൈൻമെന്റിൽ ഉപരി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടോ, അത് കുറച്ച് പേർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ, കുറച്ച് പേരുടെ പറയാൻ പറ്റാത്ത ഒരു വോയിസ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ടോ, അത് ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർഡ് അല്ലെങ്കിൽ ഫോക്ക്, ട്രൈബൽ ഇങ്ങനത്തെ എലമെന്റ്സ് വരുമ്പോൾ ജെക്സിന് പ്രത്യേക ഒരു എനർജിയും വരുന്ന ഇങ്ങനത്തെ അയ്യപ്പൻ കോശിയിലൊക്കെ മ്യൂസിക് ഇപ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തുടരുമ്പിലാണെങ്കിലും കാർഡിൽ പോകുന്ന ഒരു ഫീൽ വരുമ്പോൾ വേറെ തന്നെ ഒരു സ്കേപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഇതില് എന്തോ കാർഡ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. ഇവിടെ ഈ ചെയറിൽ ഇരിക്കുമ്പോഴാണ് അത് ഞാൻ ഇവിടെ തഴമ്പ് അത് ഈ കാര്യത്തില് ഓൾറെഡി ഞങ്ങൾക്ക് റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് അയ്യപ്പൻ കോശി ആയാലും തുടരുമല്ല, പക്ഷെ അയ്യപ്പൻ കോശി നരിവേട്ടായാലും നമ്മള് റെക്കോർഡ് ചെയ്തു. ഈ വയനാട്ടിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തത് ഒരു വലിയ അത് അവരുടെ DNA അതേ ഇവർ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഷൂട്ട് ചെയ്ത ആംബിയൻസിലാണ് ശരിക്കും പാട്ടുകൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സെയിം ആംബിയൻസ്, സെയിം ക്രിക്കറ്റ് സൗണ്ട്, സെയിം കാർഡിന്റെ സൗണ്ട് ഒക്കെയാണ് നമ്മൾ എടുത്ത് റെക്കോർഡ് ചെയ്തത്.
യൂഷ്വലി സാധാരണ സൗണ്ട് ഡിസൈൻ സമയത്തൊക്കെയാണ് വളരെ യാദൃശ്യമായിട്ട് വന്നത്. കാരണം ഇവിടെ റെക്കോർഡ് ചെയ്യാറുണ്ട്, അവർ ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മളവിടെ പോയപ്പോഴേ ബിനാച്ചി വീണ്ടും പോയി. അപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഈ ചീവീടുകളുടെ ശബ്ദമായിട്ട് രംഗടം പറഞ്ഞ റെക്കോർഡിങ് നടക്കില്ല. അതായത് നമ്മൾ ഒരു ശബ്ദം വെക്കുമ്പോൾ അതിന്റെ കൗണ്ടർ ഇങ്ങനെ കറങ്ങി അത് കുഴപ്പമില്ലാന്ന് കുഴപ്പമില്ല. ബിക്കോസ് അത് തന്നെ അഡീഷണൽ ഇൻസ്ട്രുമെന്റ് എനിക്കതൊക്കെ ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു. പിന്നെ ഇവരുടെ ഒരുപാട് ഈ പാട്ടുകൾക്കൊക്കെ ഒത്തിരി സ്റ്റോറി ഉണ്ട്. ഇതെങ്ങനെ വന്നു, ഇതിന്റെ ഒരു ഇന്നർ മീനിങ് എന്താണ് കാടുമായിട്ടുള്ള ബന്ധം. അപ്പൊ ആ ക്യാരക്ടേഴ്സ് ഒക്കെ ആ സ്ക്രീനിലുള്ളപ്പോഴും ദിസ് സബ്ടൈറ്റിൽസ് ഈസ് ആഡിങ് മോർ ആൻഡ് മോർ വാല്യൂ. നമ്മൾ അറിയാതെ തന്നെ ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. ശരിക്കും ഒരു 3 ഡയമെൻഷണൽ എന്ന് പറയുന്ന നെക്സ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്ന മ്യൂസിക്കില് അത് കറക്റ്റ് ആയിട്ട് ചില സിനിമകൾക്ക് വരും. അത് എന്റെ വിശ്വാസം. ഐ തിങ്ക് ഇവരുടെ ടൊവിയുടെയും ബാക്കി പെർഫോമൻസിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഐ മീൻ ഈ പറയുന്ന അവരനുഭവിച്ച പെയിൻ, ഇപ്പൊ കഥ നമുക്ക് മൊത്തം പറയാൻ പറ്റില്ല, ബട്ട് ദ പെയിൻ ദാറ്റ് ദീസ് മാർജിനലൈസ് പീപ്പിൾ ഗോ ത്രൂ, അതിനെ ഇവരുടെ പാട്ടിലൂടെ തന്നെ നല്ല വരികളിലൂടെ കണക്ട് ആവുന്നതാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് തരാൻ പറ്റുമോ സിനിമയിൽ? പ്ലേ ചെയ്യോ പാടുകയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് സോങ് ഒന്ന് ഞാൻ നന്ന് വിളിക്കാം. അനീഷേ, എടാ നമ്മുടെ ടൈറ്റിൽ സോങ് മിക്സ് ചെയ്ത് എടുത്തോണ്ടേ, അത് പെട്ടെന്ന് വീഡിയോ വിത്ത് വരും. ഞാൻ എൻ്റെ ഫ്രണ്ട് വിനയായിട്ട് തബുവിൻ്റെ അടുത്തൊരു കഥ പറയാൻ പോയിരുന്നു ബോംബെയിൽ. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ റാൻഡമായിട്ട്, നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുക, ഞാൻ ഈ ആപ്പിൾ മ്യൂസിക്കിൽ ഒരു പാട്ട് കേട്ടു, ഞാൻ ഇങ്ങനെ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ്, ഇത് ആരാണ്, ഇത് ഏത് പാട്ടാണ് പറഞ്ഞ് രണത്തിൻ്റെ പാട്ട് ഇങ്ങനെ. ഞങ്ങളും ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് അയാളുടെ നമ്പർ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്പർ മേടിച്ചു. സൺസ്ക്രീൻ കണ്ണി പോരാ, ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അല്ല, ചിക്കൻ വാങ്ങാൻ പോയ ജോസിനെ കാണുന്നില്ലല്ലോ. താഴ്ത്തിരുന്ന് സ്റ്റേജ് മുറിച്ചോണ്ടിരിക്കുന്ന സാധനം കാണാനില്ല. അയ്യോ, ഹേ ഭഗവാൻ തേരി മായ, താഴ്ത്തിരുന്ന് സ്റ്റേജ് നാടകം കൊളായിട്ടേ. നാടകം കൊളായിട്ട് മന്ദാകിനി അത് കണ്ടിട്ടില്ലേ? ഭാഗ്യവാൻ ഭാഗ്യവാൻ അതിനകത്ത് ശ്രീനിവാസൻ നായിക, പിന്നെ നായികനെ കൊണ്ടുവരും എന്ന് പറഞ്ഞേക്കണം. പക്ഷെ നായിക നാടകത്തിന്റെ സമയത്ത് തട്ടം കയറി. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ മന്ദാകിനി എന്ന് വിളിക്കുമ്പോ നായിക എത്തിയിരിക്കും. മറ്റേ പുറത്തിറക്കൻ പുള്ളി വന്ന് കേൾക്കുന്നു, സൈനുദ്ദീൻ അച്ഛൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് വിളിക്കവളെ മന്ദാകിനി, ഇയാൾ അച്ഛൻ വിളിക്കും മന്ദാകിനി, മൂന്നാമത്തെ വിളി അടിപൊളി. പുറത്തിറക്കൻ മന്ദാകിനി, എല്ലാരും സ്റ്റേജിൽ കിടന്ന് വിളി. ലാസ്റ്റ് സൈനുദ്ദീൻ മന്ദാകിനി, അതെ. താഴത്ത് നായികനെ കൊണ്ടുവരാന്ന് പറഞ്ഞേക്കുന്ന ജഗതി ചേട്ടൻ താഴത്ത് സ്റ്റേജിന്റെ താഴത്ത് നിന്നിട്ട് മുറിക്കുക സ്റ്റേജ്. അത് ഇനി സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ മാത്രമേ ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഹേ ഭഗവാൻ തെരി മായ, പണ്ട് മറ്റേ പട്ടാളക്കാരനുണ്ടല്ലോ പിള്ളേരെ, അടിപൊളി ഉഗ്രം പാടട്ടെ. അലഭ്യ ലഭ്യ സ്ത്രീ, അതെനിക്ക് കണ്ടിട്ടുണ്ടാവും. പുള്ളിയുടെ യോഗം, ജാതക യോഗം, മറ്റേ അലഭ്യ ലഭ്യ സ്ത്രീ. അതായത് അയാളുടെ ചുറ്റുള്ള എല്ലാവർക്കും ഭയങ്കര ഭാഗ്യമായിരിക്കും. അപ്പൊ ഇയാൾക്ക് മാത്രമേ കഷ്ടമല്ലോ. എല്ലാരും ഇയാളെ തട്ടിക്കൊണ്ടു പോകാൻ ഭാഗ്യം കിട്ടാൻ വേണ്ടി എന്തായി നമ്മളെ. ഇപ്പം ഇനി എന്താണ്, ഏത് പാട്ട് പാടണം? അനു എല്ലാരും കൂടു, ടൊവിയും കൂടു. ഡാൻസ് നോക്കായിരുന്നു, ഇവിടെ സ്ഥലമില്ല. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കണ്ണത്തരങ്ങടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. അനു, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ ആരും പറഞ്ഞില്ല, ടൊവിയും പറഞ്ഞില്ല. ലിപ്സിംഗ് മതി എന്ന് പറഞ്ഞു. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ലെൻ മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ,
ആരും പാടിയില്ല, ടോബി പാടിയില്ല. ഞാൻ ലിപ്സിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചു. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ആൾക്കാർ അറിയേണ്ട ഒരു കഥയാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.